അവൻ എങ്ങനെയാണ് വന്നത്? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഹൗ വെച്ചിട്ട് നമ്മൾ 2 രീതിയിൽ പൊതുവേ ഉണ്ട്. ആക്ഷൻ ഇല്ലാത്ത അപ്പോൾ നമ്മൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കൂലേ, അതേസമയം വാട്ട് ഡിഡ് യു ഡു എന്ന് പറയുമ്പോൾ വ്യത്യാസം വന്നില്ലേ? എന്ന് പറയുന്ന പോലെ ഇവിടെ ഹൗവിന് എങ്ങനെ എന്ന് തന്നെയാണ് അർത്ഥം വരാൻ പോകുന്നത് മിക്കവാറും എല്ലാ സെൻറ്റൻസിലും. കാരണം ഓരോ ആക്ഷനാണ് അവിടെ വരുന്നത്, ഓരോ പ്രവൃത്തികളാണ്. എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് ചെയ്തത്, അവൻ എങ്ങനെയാണ് നിന്നെ കണ്ടുപിടിച്ചത്. കണ്ടുപിടിക്കുക ഫൈൻഡ് ആണ്, നമുക്കറിയാം, ഒരാളെ കണ്ടുപിടിക്കുക. ഹൗ ഡിഡ് ഹീ ഫൈൻഡ് യു, ഇത് പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ പൊതുവേ ഉപയോഗിക്കാൻ സാധ്യത പാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പാസ്റ്റിൽ പറയുന്നതാണ്. അവർ എങ്ങനെയാണ് വീട്ടിൽ പോയത്. ഹൗ ഡിഡ് ദേ ഗോ ഹോം, അവർ എങ്ങനെയാണ് വീട്ടിൽ പോയത്. എല്ലാ ടെൻസിലും നമുക്ക് ഈ എല്ലാ വാക്കുകളും ഉപയോഗിക്കാം, ഹൗവും വെന്നും വേറും വൈയും വിച്ചും എല്ലാം. അത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവർ എങ്ങനെയാണ് വിശദീകരിച്ചത്, നമ്മൾ പൊതുവേ ഉപയോഗിക്കാൻ സാധ്യതയുള്ള സെൻറ്റൻസുകൾ ഞാൻ പറയുന്നത് മാത്രം. വിശദീകരിക്കുക എക്സ്പ്ലെയിൻ ആണ്. ഹൗ ഡിഡ് ദേ എക്സ്പ്ലെയിൻ. നീ എങ്ങനെയാണ് പരീക്ഷ പാസ്സായത്, നീ എങ്ങനെയാണ് ഈ പരീക്ഷ പാസ്സായത് എന്ന് ചോദിക്കൂലേ. ഹൗ ഡിഡ് യു പാസ് ദ എക്സാം, എങ്ങനെ സാധിച്ചു. നീ എങ്ങനെയാണ് തടി മുറിച്ചത്, ഒരു മരം തടി കഷ്ണം മുറിച്ചത്. തടി വുഡ് ആണെന്നറിയാം, ഒന്ന് ട്രൈ ചെയ്യൂ. ഹൗ ഡിഡ് യു കട്ട് ദാറ്റ് ട്രീ, അല്ലെങ്കിൽ വുഡ് മരം എന്നുള്ള അർത്ഥത്തിൽ ട്രീ എന്ന് പറഞ്ഞത് മാത്രം. അവൾ എങ്ങനെയാണ് അവനെ കണ്ടുമുട്ടിയത്. ഹൗ ഡിഡ് ഷീ മീറ്റ് ഹിം, കണ്ടുമുട്ടുക മീറ്റ്. എങ്ങനെയാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ ഹൗ ഡു ആണ്. അവൾ എങ്ങനെയാണ് അവരെ തടഞ്ഞത്. തടയുക പ്രിവെൻറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് എന്നോ ഒക്കെ പറയാം. ഹൗ ഡിഡ് ഷീ പ്രിവെൻറ്റ് ദം, എങ്ങനെ തടഞ്ഞു. എല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. സുജ എങ്ങനെയാണ് നിന്നെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത്. ഓഹ്, എന്നാലും അവൾ എങ്ങനെ നിന്നെ കെട്ടാൻ തീരുമാനിച്ചു എന്ന് പറയലേ, അത് തന്നെ. ഹൗ ഡിഡ് സുജ ഡിസൈഡ് ടു മാരി യു, ഹൗ ഡിഡ് സുജ ഡിസൈഡ് ടു മാരി യു. പ്രവീൺ എങ്ങനെയാണ് നിന്നെ കോണ്ടാക്ട് ചെയ്തത്. ഹൗ ഡിഡ് പ്രവീൺ കോണ്ടാക്ട് യു. അവൻ എങ്ങനെയാണ് വന്നത്, ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിളാണ്. ഹൗ ഡിഡ് ഹീ കം.